അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്ററുടെ പരീക്ഷയായിരുന്നു അല്ലേ, സെപ്റ്റംബർ 27-ാം തീയതി അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെയിൻ പരീക്ഷയായിരുന്നു. മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ് തയ്യാറെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാവോ? എത്ര പേരാണ്? 51,877 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എല്ലാവരും വളരെ അധികം ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ 51,877 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതിനകത്ത് നേരിട്ടുള്ള നിയമനത്തിന് വേണ്ടിയിട്ട് 49,073 പേരും തസ്തിക മാറ്റത്തിന് വേണ്ടിയിട്ട് 2,804 പേരുമാണ് മുഖ്യ പരീക്ഷയ്ക്ക് അർഹത നേടിയത്. ഇവർക്കെല്ലാം തന്നെ പരീക്ഷാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖ്യ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകേണ്ട ആവശ്യമില്ലായിരുന്നുകൊണ്ട് തന്നെ പ്രാഥമിക പരീക്ഷ വിജയിച്ച അർഹതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെല്ലാം തന്നെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ 2 പേപ്പറുകളിൽ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് 10 മുതൽ 11:50 വരെയും രണ്ടാമത്തെ പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് 1:30 മുതൽ 3:20 വരെയുമായിരുന്നു സമയം ഉണ്ടായിരുന്നത്. OMR പരീക്ഷയ്ക്ക് രണ്ടിനും ഓരോന്നിനും 100 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1.5 മണിക്കൂറായിരുന്നു പരീക്ഷ സമയം. ഇംഗ്ലീഷ് ഒഴികെയുള്ള വിഷയങ്ങൾക്ക് ചോദ്യങ്ങളുടെ പ്രാദേശിക ഭാഷയിലും പരിഭാഷ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശകലനം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. പല ഉദ്യോഗാർത്ഥികളും വിളിച്ചു, വിശകലനത്തെ സംബന്ധിച്ച് പലരും ആവശ്യപ്പെട്ടു. അപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പേപ്പർ 1-ലാണെങ്കിൽ എല്ലാവരും സാധാരണ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആയിരുന്നുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെയധികം നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ പേപ്പർ 2-നെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 2-ന് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വളരെ വ്യത്യസ്തമായ, അതായത് പേപ്പർ 1-ൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ സിലബസ് ആണ് പേപ്പർ 2-ന് ഉണ്ടായിരുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എൻവയൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെ ഈ ഗവേണൻസ്, ഇങ്ങനെയാണ് പേപ്പർ 2-ന്റെ സിലബസ് വരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പേപ്പർ 1-ലെ പരീക്ഷ സാധാരണ PSC എഴുതുന്ന പോലെ തന്നെ കൂടുതലായിട്ട് തയ്യാറെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിൽ പേപ്പർ 2-ലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല തയ്യാറെടുപ്പുകൾ ആവശ്യമായി വന്നു എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറയുന്നത്. അപ്പോൾ പേപ്പർ 2-ലെ പരീക്ഷയും വളരെ മികച്ച നിലവാരം പുലർത്തി എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വളരെയധികം എത്രയുമായിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്നതിനെക്കുറിച്ചൊക്കെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ 43.67 ആ രീതിയിലൊക്കെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം അതിനേക്കാളൊക്കെ മുകളിലേക്ക് കട്ട് ഓഫ് മാർക്ക് ഉയർന്നു പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 50-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോരുത്തരും പരീക്ഷയെ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ പരീക്ഷ ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിരുന്നു. എന്നാൽ വളരെ കഠിനമായിരുന്നില്ല എങ്കിൽ പോലും 2 പേപ്പറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷയെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രയാസമുള്ളതായിരുന്നു രണ്ടാമത്തെ പരീക്ഷ എന്ന് പലരും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പൊതുവെ പേപ്പർ 1-ല് പരീക്ഷ സാധാരണ പരീക്ഷയിൽ പോലെ തന്നെ, അതായത് സാധാരണയായിട്ട് എഴുതുന്ന സിലബസ് പ്രകാരമുള്ളതായതുകൊണ്ട് തന്നെ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്നും, എന്നാൽ പേപ്പർ 2-നെ സംബന്ധിച്ചിടത്തോളം ആ സിലബസിൽ നിന്നും വളരെയധികം ഡിഫറൻറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ അത്രയധികം പ്രയാസം ഉണ്ടായി എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളും
അഭിപ്രായപ്പെടുന്നത്. എങ്കിൽ പോലും കട്ട് ഓഫ് മാർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയുണ്ട്. 50 മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത ഏറെയാണ്. സാധാരണ ഇപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഒരു 4 മാസത്തിനുള്ളിലൊക്കെ തന്നെ 3-4 മാസം കൊണ്ടൊക്കെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും ഒക്കെ വളരെ കട്ട് ഓഫ് മാർക്കിനെയൊക്കെ സംബന്ധിച്ചൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.